ഇങ്ങ് വാ. ഇങ്ങ് വാട കണ്ണ. എന്തായിരുന്നു ഇവിടെ പരിപാടി? മണ്ണപ്പം ഉണ്ടാക്കാൻ പോവായിരുന്നോ? ആഹാ, മണ്ണപ്പം ഉണ്ടാക്കിയിട്ട് ആർക്ക് കൊടുക്കാനാ? ഓ, എന്റെ ചക്കര കുട്ടി, നിന്റെ ഒരു കാര്യം. അയ്യോ, എടുക്കണ്ട കേട്ടോ. അവൾ ഈ മണ്ണേ കിടന്ന് ഉരുണ്ട് കളിച്ചിരിക്കുക. മേലൊക്കെ അഴുക്കാകും. ഓ, അതൊന്നും സാരല്ലേ. ആഹാ, ആളെ പിടികൂടിയോ? എവിടെയായിരുന്നു കാന്താരി? അവിടെ ഒറ്റയ്ക്കിരുന്ന് കളിക്കുമായിരുന്നു. ആണോ? പാവം. വിജയേട്ടാ, ആ സ്വീറ്റ്സ് ഇങ്ങ് എടുത്തേ. ഇപ്പൊ എത്തിക്കാട്ടോ. ആ, ഗോവിന്ദൻകുട്ടി വരുന്നുണ്ട്. വരട്ടെ. മോളൂട്ടി. അതെ, ഇതെല്ലാം മോൾക്കുള്ളതാ കേട്ടോ. ആർക്കും കൊടുക്കണ്ട. ഇയാളിത് എവിടെ പോയി കിടക്കായിരുന്നു? വീട്ടിൽ വന്നപ്പോ ആളില്ല. ഞാൻ കടയിരിക്കുമ്പോൾ നിങ്ങളുടെ കാർ ഇങ്ങോട്ട് പോരുന്നത് കണ്ടു. ഞാൻ കൈതട്ടി വിളിച്ചിട്ട് നിർത്തിയതുമില്ല. അയ്യോ, ഞങ്ങൾ കേട്ടില്ല. കേട്ടെങ്കിൽ നിർത്താതിരിക്കോ? അല്ല, ഇതെന്താ ഓർക്കാപ്പുറത്തൊരു വരവ്? അതും ഇത്ര പെട്ടെന്ന്? അന്ന് പറഞ്ഞില്ലേ ഒരു ദിവസം ഇവിടെ തങ്ങാനായിട്ട് വരുമെന്ന്. അതിന് വെച്ച് താമസിപ്പിക്കേണ്ടെന്ന് കരുതി. അല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഹേയ്, ഒരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. ഗോവിന്ദൻകുട്ടി കഴിക്കൂലോ അല്ലേ? എന്ത്? മറ്റവൻ വീരഭദ്രൻ. കഴിക്കോന്ന് കവിഴ്ന്ന് വീഴും അതിന്റെ പുറത്തോട്ട്. അതെ, എന്തായാലും വന്ന കാലം നിൽക്കണ്ട, അകത്തോട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്. സൗകര്യങ്ങളൊക്കെ തീരെ കുറവാട്ടോ. ഓ, ഞങ്ങൾ കണ്ടിട്ട് പോയതല്ലേ, അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഗോവിന്ദൻ, എന്നാ വാ വാ. ആ വാ. വെള്ളത്തിന് നല്ല തണുപ്പ്. ഡാമിൽ നിന്ന് വരുന്ന വെള്ളം അതാ. നല്ല സുഖം. ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളത്തിന് ഈ സമയത്ത് ചെറു ചൂടാ. ഓരോന്നുകൂടെ ഒഴുകിയല്ലേ? ആ, ഒഴുകി. ഗോവിന്ദൻകുട്ടിയെ, ഈ പുഴവെള്ളം ഒഴിച്ചാൽ മതി. ഐസ് വാട്ടർ പോലെ ഇരിക്കുന്നു. കൊള്ളത്തില്ല. കറണ്ടൊക്കെ ഊറ്റിയെടുത്തിട്ട് പവർ ഹൗസിൽ തള്ളുന്ന വെള്ള. ഇതിന്റെ വിറ്റാമിനൊക്കെ പോയതാ. ആ, ഗോവിന്ദൻകുട്ടി ആള് നല്ല തമാശക്കാരനാണല്ലോ. ഏ, ഗോവിന്ദൻകുട്ടി നല്ല കുടിയനാ അല്ലേ? കുടിയൊന്നും ഇല്ലായിരുന്നു, അശ്വതി പോയ ശേഷ. അത് മറക്കാറായില്ലടോ. വർഷം 3 ആയില്ലേ? മറക്കാൻ പറ്റുന്നില്ല വിജയ. ഒരാളുടെ ചൂടും ശ്വാസമൊക്കെ അറിഞ്ഞ് മിണ്ടിയും പറഞ്ഞും ചിരിച്ചും തർക്കിച്ചും ഓരോ കണക്കുകൂട്ടലൊക്കെ നടത്തി 3 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? രാത്രി കിടക്കാൻ ചെല്ലുമ്പോഴും രാവിലെ കിടക്കപ്പായിന്ന് എഴുന്നേൽക്കുമ്പോഴും ചങ്കിലൊരു ഇടിമിന്നല.
കട്ടിലിന്റെ പാതി ഒഴിഞ്ഞു കിടക്കയല്ലേ. എപ്പോഴും കൂടെ ഉണ്ടായിരുന്നവൾ എവിടെ പോയി? ഹോ, ആ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞോട് ചോദിച്ചോട്ടെ. ഓ, വലിയ വീട്ടിൽ ജനിച്ച പെണ്ണ IAS കാരനെ കല്യാണം കഴിക്കായിരുന്നു. എന്ത് കണ്ടിട്ടാണാവോ എന്നെ? പാവം, അതിന്റെ വിധി. ഒരു കുഞ്ഞുണ്ടല്ലോ ഗോവിന്ദൻകുട്ടി, അതിന്റെ കാര്യം നോക്കണ്ടേ? ഇപ്പൊ അതും ഒരു പ്രശ്ന. അമ്മയ്ക്ക് മിക്ക ദിവസവും വലുവിന്റെ ദീന. മോളെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകും ഞാൻ? ജോലിക്ക് പോവാതിരുന്ന എങ്ങനെ വളർത്തും ഞാൻ എൻ്റെ മോളെ? കൂലിപ്പണിയെങ്കിലും ചെയ്യാതെ എങ്ങനെയാ ജീവിക്കുന്നത്? ഓർക്കുമ്പോ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. ഞാനൊരു കാര്യം ചോദിച്ചാ ഗോവിന്ദൻകുട്ടി പിണങ്ങും. പിണങ്ങാനോ? എന്തിനാ? അത് എന്നോട് അലോഹ്യൊന്നും തോന്നരുത്. ഞാൻ ആരാ വിജയ? എനിക്കെന്ത് തോന്നിയാലെന്താ? വിജയന് വെറും പുല്ല് അല്ലേ? ആ, ചോദിക്ക്. ഗോവിന്ദൻകുട്ടി, ആ, തൻ്റെ മോളെ ഞങ്ങൾക്ക് തരുമോ? ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. പഠിപ്പിച്ച് വലിയ ഉദ്യോഗം വാങ്ങിക്കൊടുത്തോളാം. ഗോവിന്ദൻകുട്ടി, പ്രായം തികയുമ്പോൾ നല്ല ഒന്നാന്തരം ചെറുക്കനെ കണ്ടുപിടിച്ച് അവളുടെ കല്യാണം ഞങ്ങൾ നടത്തും. ഞങ്ങളുടെ സകല സമ്പത്തും അവൾക്ക് കൊടുത്തേക്കാം. സകല സൗഭാഗ്യങ്ങളും അവൾക്ക് കൊടുക്കാൻ ഗോവിന്ദൻകുട്ടി. എന്നോട് തന്നെ ഇത് ചോദിക്കാൻ തോന്നിയില്ല വിജയ. നിനക്ക് നല്ല പൊന്നു മനസ്സുണ്ടെങ്കിൽ തന്നാ മതി. തട്ടിയെടുക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങൾ. ചോദിക്കരുതായിരുന്നു വിജയ. അശ്വതി പോയപ്പോ അവളുടെ ജീവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോയെ. അതാ എൻ്റെ മോള്. വിജയൻ അതൊരിക്കലും ചോദിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് പിന്നെ ആരാ ഉള്ളത്? മറന്നു കളഞ്ഞേക്ക് ഗോവിന്ദൻകുട്ടി. കല്യാണം കഴിഞ്ഞ് 8 വർഷമായിട്ടും മക്കളില്ലാത്തതിൻ്റെ വേദന കൊണ്ട് ചോദിച്ചു പോയതാ. എൻ്റെ ചോദ്യം ഞാൻ തിരിച്ചെടുത്തു. പോരെ?
ഉറങ്ങിയില്ലടി കള്ളി? ആ ഇങ്ങോട്ട് കിടത്തിക്കോ. ഉം. ഉറങ്ങിക്കോ ചക്കരെ. ആഹാ, ഇവിടെ ഇത്രയൊക്കെ സൗകര്യങ്ങളേ ഉള്ളൂ. അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇതൊക്കെ തന്നെ ധാരാളമെന്നേ. രാത്രി ഒന്ന് തലചായ്ക്കാൻ ഇത്തിരി സ്ഥലം പോരെ? ഹാ, എന്നാ പിന്നെ കിടന്നോ. രാത്രി ഒരുപാടായില്ലേ. മോളെ ഞാനും കിടത്തോളാം. അല്ല, മോളിന്ന് എന്റെ കൂടെ കിടന്നോട്ടെ. അയ്യോ വേണ്ട, എവള് രാത്രി എഴുന്നേറ്റ് കരയും. സാരമില്ലെന്നേ, ഞാൻ നോക്കിക്കോളാം. നിങ്ങക്ക് വലിയ ശല്യാവേ. ഒരു രാത്രിയല്ലേ ഉള്ളൂ ഗോവിന്ദൻകുട്ടി. ശരി, നിങ്ങളുടെ ഇഷ്ടം. എന്നാ പിന്നെ കിടന്നോ, ഞാൻ പോവാ. ഓ ശരി. ആ അതെ, ഇവള് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന വിളിച്ചോണേ. ആ പറയാം. ചോദിച്ചോ? എന്നിട്ട് പറ. എന്തു പറഞ്ഞു? തരില്ല. തീർത്തു പറഞ്ഞു. ഗോവിന്ദൻകുട്ടിക്ക് വല്ലാത്ത വിഷമമായി. ചോദിക്കണ്ടായിരുന്നു. ഒന്നുകൂടെ കാര്യമായിട്ട് ചോദിച്ചാലോ? നമ്മൾ ചോദിക്കരുതായിരുന്നു. ഈ കുഞ്ഞല്ലാതെ അവന് വേറെ ആരുണ്ട്? നമ്മൾ അതുകൂടി ഓർക്കണ്ടേ? നാളെ ഒന്നുകൂടെ ചോദിച്ചു നോക്കാല്ലേ? ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. പക്ഷേ എന്റെ മനസ്സ് പറയുന്നു വിജയേട്ടാ, ഇവള് നമുക്ക് കിട്ടൂന്ന്. ഉറങ്ങാൻ നോക്ക്. രാവിലെ എഴുന്നേറ്റേ സ്ഥലം വിടണം.
പോയിട്ട് വരാട്ടോ. ഒരു ഉമ്മ തടച്ചക്കരെ. മിടിക്കായിട്ടിരിക്കണോട്ടോ. എന്നാ ഞങ്ങൾ പോട്ടെ ഗോവിന്ദൻകുട്ടി. ആ ശരി. ഞാൻ മുന്നോട്ട് വെച്ച ഓഫർ അല്ല അപേക്ഷ ഇപ്പോഴും എപ്പോഴും നിന്റെ മുന്നിലുണ്ട് ഗോവിന്ദൻകുട്ടി. ഈ കുഞ്ഞിന് നീ സ്വപ്നം കാണാത്തത്ര നല്ലൊരു ജീവിതം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റും. ഇനിയും ആലോചിക്കാൻ സമയമുണ്ട് ഗോവിന്ദൻകുട്ടി. മോളവാ. കൊടുക്കും മോളെ, കൊടുക്ക്. ആ പോട്ടെ, കാണാം. ആ ശരി. വേറൊരു പെണ്ണുണ്ട്, കെട്ടിയോ മരിച്ചുപോയതാ ആക്സിഡന്റിൽ. ഒരു മോളുണ്ടായിരുന്നു, അതും ആ കൂടെ പോയി. വേണമെങ്കിൽ ഇത് ആലോചിക്കാം. ഫോട്ടോ കാണിക്കട്ടെ? കെട്ടിയോ മരിച്ചതും ബന്ധം പിരിഞ്ഞതും ഒക്കെ അവിടെ നിൽക്കട്ടെ, അത് പിന്നെ നോക്കാം. കെട്ടാത്ത പെണ്ണുണ്ടോന്ന് നോക്കേ. എന്റെ മോനെ അത്ര പ്രായമൊന്നും ആയിട്ടില്ല, 33 വയസ്സ്. കണ്ടാ 30 തോന്നിക്കൂ. പക്ഷെ രണ്ടാം കെട്ടല്ലേ? ആണുങ്ങൾക്ക് രണ്ടാം കെട്ടെന്നോ മൂന്നാം കെട്ടെന്നോ മറ്റോ ഉണ്ടോ? എന്റെ വിജയനെ ഏത് പെണ്ണ് കണ്ടാലും കൊതിക്കും.